ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബേക്കൺ ആൻഡ് എഗ്ഗ് സൊസൈറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബേക്കൺ ഫാക്ടറീസിനെ കുറിച്ച് നോക്കാം. ഡെൻമാർക്കിലെ ബേക്കൺ ആൻഡ് എഗ്ഗ് ഫാക്ടറീസ് എന്ന് പറയുന്നത് ഡയറി ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡിയറി ഇൻഡസ്ട്രീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഡാനിഷ് ഫാമേഴ്സ് എഗ്ഗ് ആൻഡ് ബേക്കണും കോപ്പറേറ്റീവ് ബേസിസിൽ അവരെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, പന്നിയിറച്ചി ഉണ്ടല്ലോ, ഉപ്പിട്ട് ഉണക്കിയിട്ടുള്ള പന്നിയിറച്ചി, അതിനെയാണ് നമ്മൾ ബേക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ ഒരു ഡയറി കോപ്പറേറ്റീവ്സിനെ പോലെ തന്നെ ഈക്വലി ഏതിലും സക്സസ്ഫുൾ ആയിരുന്നു. കോപ്പറേറ്റീവ് ബേസിസിൽ ഇങ്ങനെ എഗ്ഗും ബേക്കണൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അത് വിൽക്കുന്നതിലും അവരെ സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് ബേക്കൺ ഓൺ കോപ്പറേറ്റീവ് ലൈൻ സ്റ്റാർട്ടഡ് ഇൻ 1887. ഹോർസണിൽ 1887 കോപ്പറേറ്റീവ് ലൈനിലെ ഈ ഒരു ബേക്കണിൻ്റെ ഉൽപാദനം ആരംഭിക്കുന്നത്? ഡാനിഷ് ഫാമേഴ്സ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാക്ടറി ആദ്യത്തെ ബേക്കൺ ഫാക്ടറി 1887 അവരെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഹോസണിലാണത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ അവരെ പ്രൈവറ്റ് ട്രേഡേഴ്സിൽ നിന്ന് ഒരു ടഫ് കോമ്പറ്റീഷനൊക്കെ ആരെ ഫേസ് ചെയ്യേണ്ടി വന്നു? ഡാനിഷ് ഫാമേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. എന്നാൽ പിന്നീട് ദേ വർ സക്സസ്ഫുൾ ഇൻ എലിമിനേറ്റിംഗ് ദം. പിന്നീട് അവരത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞു ഡയറി ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡിയറി ഓർഗനൈസേഷനുകളായിരുന്നു ഏത്? എഗ്ഗ് ആൻഡ് ബേക്കൺ ഫാക്ടറീസ്. കാരണം അതെന്തുകൊണ്ടാണ് അതിൻ്റെ സബ്സിഡിയറി ആണെന്ന് പറയുന്നത് വെച്ചിങ്ങനെ, ഇപ്പം നമ്മൾ പാലിൽ നിന്ന് ഫാറ്റ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇല്ലേ, ഇപ്പോൾ ക്രീമറീസ് ഫാമേഴ്സിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്ത് അവരത് പാസ്ചറൈസ് ചെയ്ത് പ്രോസസ്സിംഗ് ഒക്കെ നടത്തി അതിൽ നിന്ന് ഫാറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ആ ഫാറ്റ് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ സ്കിമ്മഡ് മിൽക്ക് ഈ പിഗ്സിനെ ഭക്ഷണമായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു അഗ്രികൾച്ചറൽ ബേസിൽ അവർ ധാരാളം കൃഷിയൊക്കെ നടത്തുന്ന രാജ്യമായിരുന്നു ഡെൻമാർക്ക്. അപ്പോൾ അവരെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് സെറീൽസ് ഒക്കെ അവരെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റെമനൻസ് അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് വളർത്തുകയും ചെയ്യാം? കോഴി വളർത്തൽ അവർക്ക് സുഗമമായിട്ട് നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഡയറി ഇൻഡസ്ട്രീസിൻ്റെ സബ്സിഡിയറിയാണ് ഈ എഗ്ഗ് ആൻഡ് ബേക്കൺ ഫാക്ടറീസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഒരു കോപ്പറേറ്റീവ് ബേക്കൺ ഫാക്ടറി കോപ്പറേറ്റീവ് ഡയറിയുടെ അതേ ലൈനിൽ തന്നെയാണ് ഏതും പ്രവർത്തിച്ചിരുന്നത്, ഈ ഒരു ബേക്കൺ ഫാക്ടറിയും പ്രവർത്തിച്ചിരുന്നത്. അപ്പം അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് മിഡിൽ ഫാം ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ വെരി റിച്ച് ഒന്നല്ല, മിഡിൽ ഫാം ഹോൾഡേഴ്സ് ആണ് സാധാരണ അതിലെ മെമ്പേഴ്സായിട്ട് വരുന്നത്. പിന്നെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ഇവിടെ ലിമിറ്റഡ് ലയബിലിറ്റിയാണ് മെമ്പേഴ്സിനെ വരുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ ലാർജ് ഏരിയ ഇവരെ കവർ ചെയ്യുന്നുണ്ട് ബേക്കൺ ഇതിൽ. പക്ഷേ ഏരിയ ലാർജ് ആണെങ്കിൽ കൂടെ ഇപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് കൊണ്ടുവരുന്നതിനും കൊണ്ടുപോകുന്നതിനൊക്കെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അത് ഫാക്ടറി തന്നെ വഹിക്കുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ പിഗ്സിനെ ഒക്കെ വെറ്റിനറി സർജൻസ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്യും. അവരൊക്കെ പരിശോധിച്ച് നോക്കിയതിന് ശേഷമാണ് അതിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഫാമേഴ്സിനെ എന്ത് കൊടുക്കുന്നത്? അവരെ അതിൻ്റെ പേയ്മെൻറ്റ്സ് നടത്തുന്നത്. അപ്പോൾ ഫാമേഴ്സ് ഇങ്ങനെ ഈ പിഗ്സിനെ വളർത്തിയിട്ട് അത് സൊസൈറ്റി അത് അവരിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ അത് വാങ്ങിക്കുന്ന സമയത്ത് വെറ്റിനറി സർജന്മാരെ അത് പരിശോധിച്ച് നോക്കി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഉറപ്പ് വരുത്തി ആ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പേയ്മെൻറ്റ്സ് നടത്തുന്നത്.
പിന്നെ ലാഡ് റിഫയറിങ്ങും സോസേജ് മേക്കിങ്ങും ഒക്കെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ സബ്സിഡിയറി ഇൻഡസ്ട്രി ആയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. ലാഡ് റിഫൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫാറ്റ് ഉണ്ടല്ലോ, പിഗിൻ്റെ ഫാറ്റ്, ആ ഫാറ്റ് റിഫൈൻ ചെയ്യുന്നത്, അതുപോലെ സോസേജ് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സബ്സിഡിയറി ആയിട്ട് അവർ പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പിഗ്സിൻ്റെ ബ്ലഡ് ആൻഡ് ബോൺ ഒക്കെ മാന്യൂറായിട്ടും മാനുഫാക്ചറിങ്ങിനൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഡയറി കോപ്പറേറ്റീവ്സിൻ്റെ ആ ഒരു സ്കിമ്മഡ് മിൽക്ക് കൊടുത്തിട്ട് അത് വെച്ചിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഈ പിഗ്സിനെ വളർത്താനായിട്ട് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാക്ക് ആൻഡ് ഫാക്ടറീസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് ഓർഗനൈസേഷനാണ് ഡാനിഷ് ബേക്കൺ കമ്പനി ലിമിറ്റഡ്. ഡാനിഷ് ബേക്കൺ കമ്പനി ലിമിറ്റഡ് അവരുടെ മാർക്കറ്റിംഗ് ഓർഗനൈസേഷനാണ് ബേക്കൺ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ഡാനിഷ് ബേക്കൺ കമ്പനിക്ക് ലാർജ് നമ്പർ ഓഫ് ഡെലിവറി ട്രക്സ് ഉണ്ടായിരുന്നു, വാനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവർ സെയിൽസ് നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് മെമ്പേഴ്സിനും പർച്ചേഴ്സേഴ്സിനും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് ഈക്വലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. പ്രോഫിറ്റിൻ്റെ 50% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മെമ്പേഴ്സിനാണ്. അതായത് അവരുടെ ബിസിനസ്സിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ടാണ് ആ ഒരു 50% മെമ്പേഴ്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മറ്റേ 50% റെഗുലർ പർച്ചേസേഴ്സിനാണ് കൊടുക്കുക, സ്ഥിരമായിട്ട് ഈ ഒരു ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ ഈ ഒരു ഫാക്ടറിയിലെ 40 വീക്സ് ആണ്, 40 ആഴ്ച റെഗുലറായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആളുകളെയാണ് അവരെന്തു പറയുന്നത്, റെഗുലർ പർച്ചേസേഴ്സ് എന്ന് പറയുന്നത്. ഫാക്ടറികൾക്ക് സ്വന്തമായിട്ട് കോൾഡ് സ്റ്റോറേജ് ഹൗസസ് വരുന്നുണ്ട്. പിന്നെ ഈ കോൾഡ് സ്റ്റോറേജ് ഹൗസസ് അവരെ സ്വയം ഫെഡറേറ്റ് ചെയ്തിട്ട് സംയോജിച്ച് അല്ലെങ്കിൽ യോജിച്ചിട്ട് ഒരു നാഷണൽ ഓർഗനൈസേഷൻ അപ്പോൾ അവരത് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോൾഡ് സ്റ്റോറേജ് ഹൗസുകളുടെ കോമൺ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസേഴ്സ് ഒക്കെ നൽകുന്നതിന് വേണ്ടി ഈ സ്റ്റോറേജ് ഹൗസ് എല്ലാം കൂടെ ഒത്തുചേർന്നിട്ട് അവരൊരു നാഷണൽ ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഡാനിഷ് ബേക്കൺ സൊസൈറ്റി അല്ലെങ്കിൽ ബേക്കൺ ഫാക്ടറീസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിലെ ഇത്രയാണ് പറയുന്നത്. കോപ്പറേറ്റീവ് ഡയറിയുടെ അതേ ലൈനിൽ തന്നെ പ്രവർത്തിക്കുന്നു. പിന്നെ അതിലെ മെമ്പേഴ്സ് മിഡിൽ ഫാം ഹോൾഡേഴ്സ് ആണ്. ലയബിലിറ്റി ലിമിറ്റഡ് ആണ് മെമ്പേഴ്സിൻ്റെ. ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ ലാർജ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ബേക്കൺ ഫാക്ടറി തന്നെയാണ് വഹിക്കുന്നത്. പിന്നെ മെമ്പേഴ്സിന് അവർക്ക് പേയ്മെൻറ്റ്സ് കൊടുക്കുന്നത് ഈ ഒരു പിഗിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി, ബേക്കണിൻ്റെ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റീനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ലാഡ് റിഫൈനിങ് ആൻഡ് സോസേജ് മേക്കിംഗ് ഒക്കെ അവർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പിഗിൻ്റെ ബ്ലഡ് ആൻഡ് ബോണ് മാന്യൂറായിട്ടും മാനുഫാക്ചറിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബേക്കൺ ഫാക്ടറീസിന് സ്വന്തമായിട്ട് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ ഉണ്ട്. ഡാനിഷ് ബേക്കൺ കമ്പനി ലിമിറ്റഡ് ആണ്. ഇംഗ്ലണ്ടിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ 1887 ആദ്യത്തെ കോപ്പറേറ്റീവ് ബേക്കൺ ഇൻഡസ്ട്രി ഡെൻമാർക്കിൽ ആരംഭിക്കുന്നത്. ഹോസണിലാണത് ആരംഭിക്കുന്നത്. അതൊരു ഗ്രേറ്റ് ഓപ്പോസിഷൻ ആയിരുന്നു ഈ ഒരു വെഞ്ചർ. കാരണം അതിന് ഒരുപാട് കോമ്പറ്റീഷൻ അവർക്ക് പ്രൈവറ്റ് ട്രേഡേഴ്സിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം പ്രിപ്പറേഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ബേക്കൺ പ്രൈവറ്റ് ട്രേഡേഴ്സിൻ്റെ കൈകളിലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ആര് വരുന്നത്, 1887 കോപ്പറേറ്റീവ് ബേസിലെ ബേക്കൺ ഫാക്ടറി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെഞ്ചർ ഗ്രേറ്റ് ഓപ്പോസിഷൻ അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഗ്രാജ്വലി മോർ ബേക്കൺ സൊസൈറ്റീസ് വർ സെറ്റപ്പ് ഇൻ ഡെൻമാർക്ക്. ദെൻ ഇതിലെ ലാർജ് നമ്പർ ഓഫ് മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വൈഡ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബേക്കൺ ഫാക്ടറീസിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പോൾട്രി സൊസൈറ്റീസിനെ കുറിച്ച് നോക്കാം.
ഇപ്പോൾ എഗ്സും ഡെൻമാർക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സ്പോർട്ട് ഐറ്റമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ് എഗ്സ് എന്ന് പറയുന്നതും. അപ്പോൾ അതും ഈ ബാക്കണിൻ്റെ പോലെ തന്നെ എക്സ്പോർട്ട് ഓഫ് എഗ്സും പ്രൈവറ്റ് ട്രേഡേഴ്സിൻ്റെ കൈകളിലായിരുന്നു. 1895 ഫസ്റ്റ് കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ ഡെൻമാർക്കിൽ രൂപീകരിച്ചു. അപ്പോൾ ആ ഒരു ഫസ്റ്റ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ രൂപീകരിക്കുന്നത് വരെ പ്രൈവറ്റ് ട്രേഡേഴ്സാണ് എഗ്ഗ് എക്സ്പോർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഈ പ്രൈവറ്റ് ട്രേഡേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന എഗ്ഗിൻ്റെ ക്വാളിറ്റിയിലൊന്നും അവരത്ര കെയർഫുൾ ആയിരുന്നില്ല. അപ്പോൾ എഗ്ഗ് എക്സ്പോർട്ട് അസോസിയേഷൻ അവരൊരു ഗ്രേഡിങ് ആൻഡ് സ്റ്റാമ്പിങ് ഈ എഗ്ഗ് എക്സ്പോർട്ട് ചെയ്യുന്ന എഗ്ഗിൻ്റെ ഇതിലവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം അത് വന്നതോടുകൂടെ അവരുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി അവർക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഫാമേഴ്സിന് പേയ്മെൻറ്റ്സ് നൽകിയിരുന്നത് എഗ്ഗിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് തന്നെ ആയിരുന്നു. ക്വാളിറ്റി ഉള്ളതിന് നല്ല വിലയും ക്വാളിറ്റി കുറഞ്ഞതിന് മോശം പ്രൈസുമാണ് അവരെ നൽകിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഡാനിഷ് കോപ്പറേറ്റീവ്സിൻ്റെ എഗ്ഗിൻ്റെ ക്വാളിറ്റി അവരതിലൂടെ ഉറപ്പുവരുത്തിയിരുന്നു. ദെൻ ഡാനിഷ് എഗ്ഗ് ബിക്കം പോപ്പുലർ ഇൻ ബ്രിട്ടീഷ് മാർക്കറ്റ്. ഇപ്പോൾ ബ്രിട്ടീഷ് മാർക്കറ്റിലെ പോപ്പുലറായി. ദെൻ എഗ്ഗിൻ്റെ എക്സ്പോർട്ട് ഓർ സെയിൽ ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ പോൾട്രി ഫാം ബിക്കെയിം പോപ്പുലർ ഇൻ ഡെൻമാർക്ക്. അപ്പോൾ ബാക്കണിനെ പോലെ തന്നെ പോൾട്രി ഫാമിങ്ങും എവിടെ പോപ്പുലർ ആയിരുന്നു? ഡെൻമാർക്കിലെ പോപ്പുലർ ആയിരുന്നു. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് 1965 അല്ലേ, 1965 അവസാനത്തിൽ 7 എഗ് എക്സ്പോർട്ട് സൊസൈറ്റീസ് ആണ് ഡെൻമാർക്കിൽ വരുന്നത്. ഡാനിഷ് കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു എഗ് സൊസൈറ്റീസ് പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു എഗ്ഗിൻ്റെ ഷിപ്മെൻ്റ് ഒക്കെ നടത്തിയിരുന്നത് അവരുടെ അസോസിയേഷനാണ്. അപ്പോൾ ഡിഫറെൻ്റ് എഗ് എക്സ്പോർട്ട് സൊസൈറ്റീസിൽ നിന്ന് അവരെ എന്ത് ചെയ്യും? ഈ അസോസിയേഷനാണ് ഇത് കളക്ട് ചെയ്ത് അയക്കുന്നത്. ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിലാണ് പോൾട്രി ഫാമിംഗ് സൊസൈറ്റീസ് വരുന്നത്. അപ്പോൾ പോൾട്രി ഫാമിംഗ് സൊസൈറ്റീസ് ഗ്രാസ് റൂട്ട് ലെവലിൽ വരുന്നുണ്ട്. അവരെ കളക്ടിങ് സെൻറ്റേഴ്സ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതായത് മെമ്പേഴ്സിൽ നിന്ന് അവരെ ഉൽപ്പാദിപ്പിക്കുന്ന മുട്ടകളൊക്കെ വാങ്ങി സംഭരിക്കുക. അതാണ് പോൾട്രി ഫാമിംഗ് സൊസൈറ്റീസ് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നീട് അത് എഗ് എക്സ്പോർട്ട് സൊസൈറ്റീസിന് കൊടുക്കുകയും ദെൻ എഗ് എക്സ്പോർട്ട് അസോസിയേഷനാണ് പിന്നീട് അതിൻ്റെ ഷിപ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ പോൾട്രി സൊസൈറ്റീസ് വെറൈറ്റി ഓഫ് പോൾട്രിയും അതുപോലെ തന്നെ ഓൾ കൈൻഡ്സ് ഓഫ് അഡ്വൈസസ് ആൻഡ് അസിസ്റ്റൻസ് ഒക്കെ ആർക്ക് നൽകിയിരുന്നു? ഫാമേഴ്സിനെ കൊടുത്തിരുന്നു, ബെറ്റർ ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട്. അപ്പോൾ പോൾട്രി സൊസൈറ്റീസിനെ കുറിച്ച് ഇത്രയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ചുരുക്കി പറഞ്ഞാൽ അതിൽ എന്തോ പറയുന്നുള്ളൂ, ഡെൻമാർക്കിലെ ഒരു പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഐറ്റമാണ് എഗ്ഗ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ എഗ്ഗും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇംഗ്ലണ്ടിലേക്കായിരുന്നു. പ്രൈവറ്റ് ട്രേഡേഴ്സ് ആണത് ചെയ്തിരുന്നത്. അവരെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്സും ചെയ്തിരുന്നില്ല. 1895 ഫസ്റ്റ് കോപ്പറേറ്റീവ് എഗ് എക്സ്പോർട്ട് അസോസിയേഷൻ ഓർഗനൈസ് ചെയ്തു. എവിടെ? ഡെൻമാർക്കിൽ. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ സിസ്റ്റം ഓഫ് ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാമ്പിംഗ് ഓഫ് എഗ്ഗ്. പിന്നെ പേയ്മെൻറ്റ് വാസ് മെയ്ഡ് ടു ദ പോൾട്രി ഫാമേഴ്സ് അക്കോർഡിംഗ് ടു ദ ക്വാളിറ്റി ഓഫ് എഗ്ഗ്. അത്രയാണ് നമ്മളതിൽ പറയുന്നുള്ളൂ. അപ്പോൾ അതോടുകൂടെ ബ്രിട്ടീഷ് മാർക്കറ്റിൽ ഡാനിഷ് എഗ് ബിക്കം പോപ്പുലർ ആൻഡ് ദ സെയിൽ ഓഫ് എഗ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി. Thus, poultry farming became popular in Denmark. Then next നമുക്ക് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് നോക്കാം. ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പോൾ ഡാനിഷിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ചീഫ് ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് എ വോളണ്ടറി മൂവ്മെൻറ്റ്സ് അല്ലേ. ഇതൊരു വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആയിരുന്നു, അല്ലെങ്കിൽ പീപ്പിൾസ് മൂവ്മെൻറ്റ്സ് ആയിരുന്നു. നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പീപ്പിൾ മൂവ്മെൻറ്റ്സ് ആണ്.
നോട്ട് റിസീവ്ഡ് എനി എൻകറേജ്മെൻറ്റ് ഫ്രം ദ സ്റ്റേറ്റ്. സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള എൻകറേജ്മെൻറ്റ്സും ഇതിന് ലഭിച്ചിരുന്നില്ല, ഡാനിഷ് കോപ്പറേറ്റീവ്സിനെ ലഭിച്ചിരുന്നില്ല. നമ്മൾ പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ ഇൻ്റർവെൻഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഒരു ഐഡിയ മാത്രമായിരുന്നു. ഗവൺമെൻറ്റിൻ്റെയോ മറ്റുള്ളവരുടെയോ യാതൊരു തരത്തിലുള്ള ഇൻ്റർവെൻഷൻസും അതിലുണ്ടായിരുന്നില്ല. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് മെമ്പേഴ്സ് ആർ ഓഫ് സ്ട്രോങ് ക്യാരക്ടർ, അല്ലേ? മെമ്പേഴ്സ് സ്ട്രോങ് ക്യാരക്ടേഴ്സ് ആണ്. ദേ ആർ ഡിവോട്ടഡ് ആൻഡ് ലോയൽ ടു ദ മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റിനോട് അത്രയും കൂറ് പുലർത്തിയിട്ടുള്ള ആളുകളായിരുന്നു ഡാനിഷ് ഫാമേഴ്സ്. അതുപോലെ തന്നെ ദേ ആർ ഹാർഡ് വർക്കിംഗ്, ഇൻ്റലിജൻറ്റ്, സോഷ്യബിൾ ആൻഡ് എഡ്യൂക്കേറ്റഡ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. തേർഡ് പോയിന്റ് പറയുന്നത് ഡെമോക്രാറ്റിക് മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു. അവിടെ അവർ എഫക്റ്റീവ് ക്വാളിറ്റി കൺട്രോളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. ഇപ്പോൾ അവരുടെ പ്രോഡക്റ്റ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ എക്സ്പോർട്ട് ട്രേഡൊക്കെ ഒരുപാട് ഫ്ലോറിഷ്ഡ് ആയിരുന്നു. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്പെഷ്യലൈസേഷനാണ്, അല്ലേ? സ്പെഷ്യലൈസേഷനും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് ഫെഡറേഷൻ, അത് ഇതിൻ്റെ മറ്റൊരു സീക്രട്ടായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ സക്സസ്സിനുള്ളത്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ദ മൂവ്മെൻറ്റ് വാസ് ഗൈഡഡ് ബൈ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ടെക്നോക്രാറ്റ്സ്. സ്പെഷ്യലിസ്റ്റുകളും ടെക്നോക്രാറ്റ്സുകളൊക്കെയാണ് ഈ മൂവ്മെൻറ്റ് ഗൈഡ് ചെയ്തിരുന്നത്. അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവർ അഗ്രികൾച്ചറും ജനറൽ എഡ്യൂക്കേഷനോടൊപ്പം തന്നെ അതിനോട് ചേർന്നിട്ട് കോപ്പറേറ്റീവ് ട്രെയിനിങ്ങും കൊടുത്തിരുന്നു. നമുക്ക് ഡെൻമാർക്കിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കണ്ടതാണ്. അവിടെ അവരുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം അവർക്ക് 3 ഇതായിട്ടാണ് അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഫോക്കസ് സ്കൂളും അഗ്രികൾച്ചർ സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അഗ്രികൾച്ചറിൽ കൃഷിയിലും അവരെ അതുപോലെ തന്നെ ജനറൽ എഡ്യൂക്കേഷനോട് കമ്പൈൻ ചെയ്ത് അവരെ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൂടെ അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിരുന്നു. അപ്പോൾ അതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അവർക്ക് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചിട്ടൊക്കെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ആർക്കുണ്ട്? ഇവിടുത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ അഡോപ്റ്റ് ചെയ്തിരുന്ന ആ ബിസിനസ് പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ട്രൂ ഫോമിൽ തന്നെ അവരെ അത് അഡോപ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ബിസിനസ് പ്രിൻസിപ്പിൾസ് ശരിയായിട്ടുള്ള, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു യഥാർത്ഥ ഫോമിൽ തന്നെ അവരത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതുമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് സക്സസ്ഫുൾ ആകാനുള്ള കാരണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലെ പഠിക്കാനുള്ളത്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ഡെൻമാർക്ക് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കുന്നത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈനയാണ്. അപ്പോൾ നമ്മൾ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഡാനിഷ് കണ്ടു. ദെൻ നെക്സ്റ്റ് നമുക്ക് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈന നോക്കാം. ചൈനയിലെ സഹകരണ പ്രസ്ഥാനം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മൾ 3 ഫോറിൻ കൺട്രീസിൻ്റെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ബ്രിട്ടൻ നമ്മൾ പറഞ്ഞു, പിന്നെ ജർമ്മനി പറഞ്ഞു, ഡെൻമാർക്ക് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ചൈനയാണ് നമ്മൾ പറയുന്നത്. ചൈന ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ബ്രിട്ടൻ നമ്മൾ കൺസ്യൂമർ സ്റ്റോർ ആണെന്ന് പറഞ്ഞു, കോപ്പറേറ്റീവ് കൺസ്യൂമർ സ്റ്റോർ. ജർമ്മനി ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണെന്ന് പറഞ്ഞു. ഡെൻമാർക്കിൽ ഡയറി ആണ് പറഞ്ഞു, ഡയറി കോപ്പറേറ്റീവ്സ് ആണെന്ന് പറഞ്ഞു. ചൈനയിലെ വരുന്നത് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ്, ഇൻഡസ്കോസ് എന്ന് പറയും, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഓർ ഇൻഡസ്കോ, അതാണ് ചൈനയിൽ വരുന്നത്. ഇപ്പോൾ ചൈനീസ് കോപ്പറേറ്റീവ്സിലെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ചൈനയിലെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിന് ഒരു ലോങ് ഹിസ്റ്ററി തന്നെ വരുന്നുണ്ട്. അതിലെ 1936 1936 ചൈന ആൻഡ് ജപ്പാൻ വാറുണ്ടായി. ദെൻ ആ യുദ്ധത്തിലൂടെ ഒരുപാട് ചൈനീസിനെ അല്ലെങ്കിൽ ചൈനയിലെ ഒരുപാട് ഡിഫിക്കൽട്ടീസും
സീരിയസ് ട്രബിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഒരു വാറിന് ശേഷം മില്യൺസ് ഓഫ് ചൈനീസ് ഹു ലിവ്ഡ് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് had to leave their home and settle in central China as refugees. അപ്പോൾ ഈ യുദ്ധം കഴിഞ്ഞോടുകൂടെ ചൈനയിലെ കോസ്റ്റൽ ഏരിയാസിലെ താമസിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് അവിടെ നിന്ന് പോകേണ്ടതായിട്ട് വന്നു. അവരെ സെൻട്രൽ ചൈനയിലെ റെഫ്യൂജീസ് ആയിട്ടാണ്, അഭയാർത്ഥികളായിട്ട് അവരവിടെ വരേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ റെഫ്യൂജീസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക ചൈനീസും സ്കിൽഡ് ലാബേഴ്സ് ആയിരുന്നു, നല്ല തൊഴിൽ വൈദഗ്ധ്യമുള്ള ആളുകളായിരുന്നു. അപ്പോൾ ഈ ചൈനീസ് വാറ് അല്ലെങ്കിൽ ചൈന ജപ്പാൻ വാറ് ചൈനീസിൻ്റെ ഇൻഡസ്ട്രീസിനെ ഒരുപാട് ദോഷകരമായിട്ടത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ തന്നെ അത് ഒരുപാട് ബാധിച്ചു. പിന്നെ ചൈന എന്ന് പറയുന്നത് ഒരു 1912 ചൈനയുടെ ഒരു എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററിയുടെ ഒരു ന്യൂ ഇറ ആരംഭിക്കുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ആ ഒരു സമയം ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചറൽ കൺട്രി ആയിരുന്നു. അവർക്ക് ഒരുപാട് റിസോഴ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരത് അഗ്രികൾച്ചറൽ പർപ്പസിന് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സിനൊന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ എക്കണോമിക് കണ്ടീഷൻ വളരെയധികം പാത്തറ്റിക് ആയിരുന്നു, വളരെയധികം ശോചനീയമായിരുന്നു അവരുടെ ഇത് വരുന്നത്. അതുപോലെ അഗ്രികൾച്ചറലിസ്റ്റീസിനെ ഒരുപാട് ഹെവി ഇൻഡപ്റ്റഡ്നെസ് ഒക്കെ അവർക്ക് ഷോൾഡർ ചെയ്യേണ്ടതായിട്ട് വന്നു. അതിന് പുറമേ നേച്ചുറൽ കലാമിറ്റീസ്, ഫ്ലഡ്, ഡ്രോട്ട് അങ്ങനെയുള്ളതൊക്കെ ചൈനയിലുണ്ടായിരുന്നു. അതൊക്കെ സിറ്റുവേഷൻസ് കുറേയും കൂടെ വോസ് ആക്കുകയൊക്കെ ചെയ്തു. പിന്നെ സെവിയർ ഫാമിൻ, കടുത്ത ക്ഷാമം അവർക്ക് ഉണ്ടായി. പിന്നെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലെ വളരെ ഒരു ഫ്യൂ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് മാത്രമാണ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതും ബിഗ് ടൗൺ ആൻഡ് സിറ്റീസിലെ മാത്രം. അപ്പോൾ ചൈനയുടെ ഇക്കോണമി മൊത്തത്തിൽ ഒരു ഇതായി കിടക്കുന്ന ഒരു സമയമായിരുന്നു. അതിനിടയിലാണ് ഏതും കൂടെ വന്നത്, ചൈന ജപ്പാൻ വാറും വന്നത്. അപ്പോൾ ചൈന ജപ്പാൻ വാറ് വരുന്നത് 1936 നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ആ ചൈന ജപ്പനീസ് വാറും കൂടെ ആയതോടുകൂടെ ജനങ്ങൾക്ക് കുറേയും കൂടെ ഈ പ്രോബ്ലത്തിൻ്റെ കൂടെ കുറേയും കൂടെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുകയാണ് ചെയ്തത്. ഇപ്പോൾ ജപ്പാൻ അവരുടെ കോസ്റ്റൽ ഡിസ്ട്രിക്ട്സിലൊക്കെ ജപ്പാൻ കടന്നു കയറി ആ യുദ്ധത്തിലൂടെ. കാരണം ഇപ്പോൾ ചൈനയിലെ എല്ലാ ബിഗ് ഫാക്ടറീസും ഈ ഒരു കോസ്റ്റൽ ഡിസ്ട്രിക്റ്റിലാണ് ഉണ്ടായിരുന്നത്. ചൈനീസ് എക്കോണമി തന്നെ ആകെ കൊളാപ്സ്ഡായി, ആകെ ഇതായി ഈ ഒരു ജപ്പാൻ അവിടേക്ക് വന്നതോടുകൂടെ. അപ്പോൾ അങ്ങനെ ആ ജാപ്പനീസ് അധിനിവേശം അല്ലെങ്കിൽ ജാപ്പനീസ് ഇൻവാൻഷൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു കോസ്റ്റൽ ഏരിയയിൽ ജീവിച്ചിരുന്ന ചൈനീസ് എല്ലാവരും പിന്നീട് സെൻട്രൽ ചൈനയിലേക്ക് പോരേണ്ടതും അവിടെ റെഫ്യൂജീസ് ആയിട്ടാണ്, അഭയാർത്ഥികളായിട്ട് തുടരേണ്ടതും വന്നത്. അപ്പോൾ ഈ ഒരു ചൈന ജപ്പാനീസ് വാറോടുകൂടെ മില്യൺസ് ഓഫ് പീപ്പിൾസ് ഹോംലെസ് ആൻഡ് ജോബ്ലെസ് ആയിട്ട് മാറി. അപ്പോൾ അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ റെഫ്യൂജീസിനെ എംപ്ലോയ്മെൻറ്റ് നൽകുക എന്നുള്ളതാണ്. എല്ലാവരും സ്കിൽഡ് ലാബേഴ്സാണ്, അപ്പോൾ അവർക്ക് എംപ്ലോയ്മെൻറ്റ് നൽകുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ചൈനീസ് ആർമിക്കും സിവിലിയൻസിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുക എന്നുള്ളതും അത് കൊടുക്കുക എന്നുള്ളതും, ഇത് രണ്ടുമായിരുന്നു ഗവൺമെൻറ് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഫലമായിട്ട് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. കാരണം റെഫ്യൂജീസ് എല്ലാവരും തന്നെ നമ്മൾ പറഞ്ഞു സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണെന്ന്. അപ്പോൾ ഈ ഒരു സ്കിൽഡ് വർക്കേഴ്സിനെ ഓർഗനൈസ് ചെയ്തിട്ട്, അതായത് ചെറിയ ചെറിയ കോപ്പറേറ്റീവ്സ് ബേസിസിൽ ഇവരെ ഓർഗനൈസ് ചെയ്ത് സ്മോൾ വർക്ക്ഷോപ്പുകളൊക്കെ രൂപീകരിക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടെ അവരെ
ഷെങ്കായ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. അപ്പോൾ ഈ സ്മോൾ വർക്ക്ഷോപ്പിന് ആവശ്യമായിട്ടുള്ള ഫൈനാൻസും മറ്റ് അസിസ്റ്റൻസൊക്കെ ആരെ കൊടുക്കുമായിരുന്നു? ഒക്കെ ഗവൺമെൻറ്റാണ് നൽകിയിരുന്നത്. അപ്പോൾ ആ വർക്ക്ഷോപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ട സാമ്പത്തികമായിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള അസിസ്റ്റൻസ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതും തീരുമാനിച്ചു. ദെൻ അതിൻ്റെ ഭാഗമായിട്ട് അവരെ ഷെങ്കായ് പ്രൊമോട്ടേഴ്സ് കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഈ കമ്മിറ്റിയാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തത്. ഈ ഒരു കമ്മിറ്റി വാസ് നോൺ ആസ് ഇൻഡസ്കോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തറിയപ്പെടുന്നത്? ഇൻഡസ്കോ എന്ന് അറിയപ്പെടുന്നത്. ഇൻഡസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്നാണ് ഇതിൻ്റെ ഫുൾ നെയിം. അപ്പോൾ ഇവരെ ഈ ഒരു കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് ഇൻഡസ്കോ, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്നാണത് അറിയപ്പെടുന്നത്. അതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് ഇൻഡസ്കോയുടെ ഫുൾ നെയിം ചോദിക്കാറുണ്ട് കേട്ടോ. ദെൻ ഇൻഡസ്കോ രൂപീകരിച്ചതിന് ശേഷം 350 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് വിത്തിൻ 1 ഇയറിൽ എവിടെ സ്ഥാപിച്ചു? ചൈനയിൽ സ്ഥാപിച്ചു. അപ്പോൾ ഈ കോപ്പറേറ്റീവ്സ് എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ ഫീൽഡിലാണ്. അതായത് സ്പിന്നിങ്, വീവിങ്, ലെതർ വർക്ക്, കെമിക്കൽസ്, ഫുഡ് സ്റ്റഫ്, മൈനിങ്, പ്രിൻറ്റിങ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസേഷനുകളെല്ലാം തന്നെ രൂപീകരിച്ചത്. അപ്പോൾ ഓരോ ആളുകളും ഏത് മേഖലയിലാണോ അവർക്ക് ആ ഒരു സ്കില്ലുള്ളത് അവരെല്ലാവരും അവരെ ഒരു സ്മോൾ ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ചെറിയ വർക്ക്ഷോപ്പ് രൂപീകരിക്കുക കോപ്പറേറ്റീവ് ബേസിസിൽ. അങ്ങനെ അപ്പോൾ എല്ലാ മേഖലകളിലും അവർക്ക് എല്ലാ ഫീൽഡിലും ഇവരിതുപോലെ കോപ്പറേറ്റീവ് ബേസിസിൽ അവർ ഇൻഡസ്ട്രീസ് ഓർഗനൈസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചൈന മൂവ്മെൻറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ചൈന നോക്കാം. ഇൻഡസ്കോസ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കാറുള്ളതാണ്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഇൻ ചൈന ഓർ ഇൻഡസ്കോസ് എന്താണെന്നുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ അല്ലേ. ഇപ്പോൾ അതൊരു സംഘടനയാണ്. ആരുടെ? അപ്പോൾ ആളുകൾ അല്ലേ, ജനങ്ങൾ അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് അല്ലേ, അവരെ ഉപജീവനത്തിന് വേണ്ടി ഏൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ജോയിൻ്റ് ആയിട്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കുറേ ആളുകൾ ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഓർ ഇൻഡസ്കോയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ദ വർക്കേഴ്സ് എഗെയിൻസ്റ്റ് ദ ഹീനിയസ് ആക്ടിവിറ്റീസ് ഓഫ് മിഡിൽ മാൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ മിഡിൽ മാനിൻ്റെയും ആ ഒരു ഹീനിയസ് ആക്ടിവിറ്റീസിൽ നിന്ന് വർക്കേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഒരു കോപ്പറേറ്റീവ്സ് ഇവരെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്കിൽഡ് വർക്കേഴ്സിനെയും റെഫ്യൂജീസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്മോൾ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കിയത് FC വു ആയിരുന്നു. അപ്പോൾ FC വു ഇദ്ദേഹമാണ് പ്രിപ്പയർ ചെയ്തത് ഈ ഒരു സ്മോൾ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പ് ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കിയത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ചൈനീസ് സിവിലിയൻസിനും അതുപോലെ തന്നെ മിലിറ്ററി പേഴ്സണൽസിനും അർജൻ്റലി റിക്വയർഡ് ആയിട്ടുള്ള ചരക്കുകൾ, ഉൽപ്പന്നങ്ങൾ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഈ ഒരു കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പുകൾ രൂപീകരിച്ചത്. ദെൻ FC വു അതിലെ എന്താവുകയും ചെയ്തു, സക്സീഡ് ആവുകയും ചെയ്തു. ദെൻ അദ്ദേഹം 9 അംഗങ്ങളടങ്ങുന്ന ബ്ലാക്ക് സ്മിത്തിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുകയും ചെയ്തു.
അപ്പോൾ മിസ്റ്റർ വു രൂപീകരിച്ച ആദ്യത്തെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ബ്ലാക്ക് സ്മിത്തിൻ്റെ സൊസൈറ്റി ആയിരുന്നു. 9 മെമ്പേഴ്സാണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ലെതർ വർക്ക്സ്, വീവിങ്, സ്പിന്നിങ്, കെമിക്കൽ, ഫുഡ് സ്റ്റഫ്, മൈനിങ്, പ്രിൻറ്റിങ് തുടങ്ങി എല്ലാ വർക്കുകളും എല്ലാ സ്കിൽഡ് ലാബേഴ്സിൻ്റെയും സ്മോൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ചൈനയിൽ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ്. അപ്പോൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ചീഫ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ടു മീറ്റ് ദ ജാപ്പനീസ് ഇൻവാൻഷൻ, അതായത് ജപ്പാൻ അധിനിവേശത്തെ നേരിടുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റാണ്. എങ്ങനെയാണ് അവർ ജാപ്പനീസ് ഇൻവാൻഷൻ അവരെങ്ങനെയാണ് നേരിട്ടത്? അവർ ഡെയിലി നെസസറീസ് അല്ലേ, ഡെയിലി നെസസറീസ് ഓഫ് ലൈഫ് അത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട്, അപ്പോൾ അവരുടെ മിലിറ്ററി പേഴ്സണൽസിനും അതുപോലെ തന്നെ ചൈനീസ് സിവിലിയൻസിനും ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ജാപ്പനീസ് ഇൻവാൻഷൻ മീറ്റ് ചെയ്യുക, അത് ഇതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. പിന്നെ വരുന്നത് അവരുടെ നാഷണൽ ഇക്കോണമി റീകൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചൈനയിലുടനീളം കോപ്പറേറ്റീവ് ബേസിസിൽ സ്മോൾ ഇൻഡസ്ട്രീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വഴി നാഷണൽ ഇക്കോണമി റീകൺസ്ട്രക്റ്റ് ചെയ്യുക എത്രയും പെട്ടെന്ന്, അത് ഈ ഒരു സ്മോൾ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി രൂപീകരിക്കുന്നതിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ഹേസ്റ്റൻ ദ റിയലൈസേഷൻ ഓഫ് ഡോക്ടർ സൺ യെറ്റ് സെൻസ് പ്രിൻസിപ്പിൾ പീപ്പിൾ ലൈവ്ലിഹുഡ്. ഡോക്ടർ സൺ യാറ്റ് സെന്നിൻ്റെ പീപ്പിൾ ലൈവ്ലിഹുഡ്, അതായത് ജനങ്ങളുടെ ഉപജീവന മാർഗം, അതാണ് പീപ്പിൾസ് ലൈവ്ലിഹുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ സൺ യെറ്റ് സെന്നിൻ്റെ തത്വം എന്ന് പറയുന്നത് പീപ്പിൾ ലൈവ്ലിഹുഡാണ്. അതിൻ്റെ തിരിച്ചറിവ് വേഗത്തിലാക്കുക. ഈ 3 ലക്ഷ്യങ്ങളോടുകൂടെയാണ് ഇത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ സൺ യെറ്റ് സെൻ എന്ന് പറയുന്ന ആൾ ചൈനീസ് സോയിലിൽ നിന്ന്, അതായത് ചൈനീസ് മണ്ണിൽ നിന്ന് പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഡോക്ടർ സൺ യാറ്റ് സെൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ചൈനയിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ഒരുപാട് ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ചൈനീസ് ഇക്കോണമിയിലെ എല്ലാ ഇൽസ് ഓർ ഈവിൾസിനുള്ള ഒരു പരിഹാരം കോപ്പറേഷൻ ആണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ഈ ഒരു സൺ യാറ്റ് സെൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പീപ്പിൾസ് ലൈവ്ലിഹുഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിൻ്റെ ആ ഒരു ജനങ്ങളുടെ ഉപജീവന മാർഗം എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിൾ ആ ഒരു തത്വത്തിൻ്റെ ആ ഒരു തിരിച്ചറിവ് വേഗത്തിലാക്കുക, ഇത് 3 ആയിരുന്നു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് മീറ്റ് ദ ജാപ്പനീസ് ഇൻവാൻഷൻ, ദെൻ ടു റീകൺസ്ട്രക്ട് ദ നാഷണൽ ഇക്കോണമി ക്വിക്ക്ലി, ദെൻ ഹേസ്റ്റൺ ദ റിയലൈസേഷൻ ഓഫ് ഡോക്ടർ സൺ യെറ്റ് സെൻസ് പ്രിൻസിപ്പൽ പീപ്പിൾസ് ലൈവ്ലിഹുഡ്. നെക്സ്റ്റ് നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് നോക്കാം. ഈ ഒരു കോപ്പറേറ്റീവ്സിൻ്റെ ഓർഗനൈസേഷൻ ആൻഡ് വർക്കിംഗ്, അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് മിനിമം നമ്പർ ഓഫ് പേഴ്സൺ വാസ് 7. അതായത് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർഗനൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മിനിമം നമ്പർ ഓഫ് പേഴ്സൺ 7 ആണ്. അപ്പോൾ 7 ആളുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു സൊസൈറ്റി രൂപീകരിക്കാവുന്നതാണ്. ദെൻ പിന്നെ പറയുന്നത് മെമ്പർഷിപ്പ് എല്ലാ വർക്കേഴ്സിനും അവർ നൽകുന്നുണ്ട്. അതായത് ഇറ്റ് വാസ് ഓപ്പൺ ടു ഓൾ വർക്കേഴ്സ് ഹു നോ ദ ജോബ് വിച്ച് സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു അണ്ടർടേക്ക്. അപ്പോൾ ഓരോ സൊസൈറ്റിയും എന്ത് വർക്കാണോ അവർ ചെയ്യുന്നത് ആ ജോലിയെ സംബന്ധിച്ച് നോളജുള്ള അല്ലെങ്കിൽ അത് ചെയ്യാൻ സ്കില്ലുള്ള വൈദഗ്ധ്യമുള്ള ഏതൊരു വർക്കർക്കും ആ സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് ലഭിക്കുന്നതാണ്. പിന്നെ
നെക്സ്റ്റ് ഒരു ഫീച്ചർ പറയുന്നത്, ഇപ്പോൾ ഈ ഒരു സൊസൈറ്റിയിലെ മെമ്പർ ആകണമെങ്കിൽ ഏജ് ഓഫ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പം മൈനർമാർക്ക് സൊസൈറ്റിയിലെ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ മേജർ പേഴ്സൺസിൽ മാത്രമാണ് മെമ്പർഷിപ്പ് നൽകുന്നത്. അതുപോലെ തന്നെ ഹി മസ്റ്റ് ബി ഓഫ് ഗുഡ് ക്യാരക്ടർ ആൻഡ് ഹോണസ്റ്റി. നല്ല ക്യാരക്ടർ ഉള്ള ആളായിരിക്കണം, ഹോണസ്റ്റി ആയിരിക്കണം. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ അകത്ത് താമസിക്കുന്ന ആളുമായിരിക്കണം ആ വ്യക്തി. ദെൻ അദ്ദേഹം ബാങ്ക്രപ്റ്റ് ഓർ ഇൻസോൾവൻ്റ് ആകാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ മെമ്പർഷിപ്പ് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ഒരു സൊസൈറ്റിയിലാണ് മെമ്പർ ആകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരുപാട് സ്മോൾ കോപ്പറേറ്റീവ് വർക്ക്ഷോപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ഓരോ മേഖലകളിലായിട്ട്, ഓരോ ഫീൽഡുകളിലായിട്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ മാത്രമേ ഒരാൾക്ക് മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ മെമ്പർ ആകണമെങ്കിൽ അദ്ദേഹം സൊസൈറ്റിയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 2 ഷെയർസ് എങ്കിലും പർച്ചേസ് ചെയ്തിരിക്കണം. അതിലെ 2 ചൈനീസ് ഡോളറാണ് വില വരുന്നത്. അപ്പം അങ്ങനെയുള്ള 2 ഷെയറെങ്കിലും വാങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അവരുടെ ബാധ്യത എന്ന് പറയുന്നത് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ 20 ടൈംസ് ആണ് അവർക്ക് ബാധ്യത വരുന്നത്. ഇപ്പോൾ എത്ര ഷെയർ ആണോ അവർ വാങ്ങിയിരിക്കുന്നത്, ആ ഷെയർ വാല്യൂവിൻ്റെ 20 ടൈംസ് 20 ഇരട്ടി ആയിരിക്കും മെമ്പറുടെ ലയബിലിറ്റി. പിന്നെ ഇവരുടെ സുപ്രീം അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. ഇപ്പം ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ സുപ്രീം അതോറിറ്റി ജനറൽ ബോഡിയാണ്. ജനറൽ ബോഡിയിൽ അവരൊരു മാനേജിങ് കമ്മിറ്റീനെ ഇലക്ട് ചെയ്യും. അപ്പോൾ ആ മാനേജിങ് കമ്മിറ്റിയാണ് ഏത് ചെയ്യുന്നത്, ഈ ഒരു ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സിൻ്റെ ആക്ടിവിറ്റീസൊക്കെ മാനേജ് ചെയ്യുന്നത്. പിന്നെ ഇവരുടെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 man 1 vote എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 1 വോട്ട്, അയാൾ എത്ര ഷെയർ വാങ്ങിക്കുന്നു എന്നുള്ളതല്ല, ഒരു വ്യക്തിക്ക് 1 വോട്ട് എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് മാനേജ്മെൻറ്റ് വരുന്നത്. പിന്നെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൻ്റെ സർവീസസ് ഗ്രാറ്റ്യൂട്ടസ് ആണ്, അതായത് ഓണററി സർവീസസ് ആണ്. അവർക്ക് സാലറി ഒന്നും റെമ്യൂണറേഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല. ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിൻ്റെ സർവീസസ് ഗ്രാറ്റ്യൂട്ടസ് ആണ്, ഓണററി ആണ്, അവർക്ക് റെമ്യൂണറേഷൻ ഇല്ല. പക്ഷേ ആ സൊസൈറ്റിയിലെ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിന് വേജസ് നൽകുന്നുണ്ട്, അവർക്ക് വേജസ് കിട്ടും. അതുപോലെ തന്നെ ചില സൊസൈറ്റീസ് റോ മെറ്റീരിയൽസ് ഒക്കെ വീടുകളിലേക്ക് കൊണ്ടുപോകാനും അനുവദിക്കാറുണ്ട്. അതുപോലെ അത് പക്ഷേ ഒരു കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ റോ മെറ്റീരിയൽസ് വീടുകളിലേക്ക് നൽകുന്നത് മെമ്പേഴ്സിൻ്റെ. അതായത് അവർ മാനുഫാക്ചർ ചെയ്യുന്ന ആർട്ടിക്കിൾസ് എല്ലാം തന്നെ സൊസൈറ്റിയിൽ സറണ്ടർ ചെയ്യാമെന്നുള്ള കണ്ടീഷനോട് കൂടെയാണ് റോ മെറ്റീരിയൽസ് വീടുകളിലേക്ക് നൽകുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ ഒരു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഇവർ കൊടുക്കുന്നുണ്ട് ഈ സൊസൈറ്റി. പക്ഷേ അവർക്ക് ഡിവിഡൻഡ് നൽകുന്ന ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൻ്റെ മുകളിൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് നൽകും, പക്ഷേ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഇവർക്ക് ഇല്ല. ഇവരുടെ റിമൈനിങ് സർപ്ലസ് അവരെ വിവിധ ഫണ്ടുകൾ, റിസർവുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അവരുടെ സർപ്ലസ് അവരെ ഡിവൈഡ് ചെയ്യുന്നത് 20% ജനറൽ റിസർവ് ഫണ്ടിലേക്ക് പോകും, 10% കോമൺ ഗുഡ്സ് ഫണ്ടിലേക്ക് പോകും, 10% ബോണസ് ടു എംപ്ലോയീസ് ആയിട്ട് പോകും, 10% ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഫണ്ടിലേക്ക് പോകും. അങ്ങനെ ഇപ്പോൾ 20 ജനറൽ റിസർവിലേക്ക്, 10 കോമൺ ഹുഡ് ഫണ്ടിലേക്ക്, 10 ബോണസ് ആയിട്ട് എംപ്ലോയീസ് ബോണസ് ഫണ്ട്, പിന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഫണ്ട്, അങ്ങനെ 50%ഉം അവരെ വിവിധ റിസർവുകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്ത്. പിന്നെ റിമൈനിങ് പ്രോഫിറ്റ് അവരെ മെമ്പേഴ്സിനും നോൺ മെമ്പേഴ്സിനും വീതിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ മെമ്പേഴ്സും നോൺ മെമ്പേഴ്സും സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ എത്രത്തോളം എന്താ പറയുക വേജസ് അവർ ഏൺ ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഏൺ ചെയ്യുന്ന വേജസിൻ്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് കൊണ്ടാണ് ഇതവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്.
പിന്നെ ഇപ്പോൾ ഈ ഒരു ചൈനയിലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം അതിൻ്റെ ഇനീഷ്യൽ ഇയേഴ്സിലെ ഈ ഒരു സൊസൈറ്റി ഫങ്ഷൻ ചെയ്തിരുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. ഓരോ സൊസൈറ്റീസും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് അവർ പ്രവർത്തിച്ചിരുന്നത്. അവർ ഇൻഡിവിജ്വലായിട്ടാണ് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തിരുന്നതും അവരത് മാനുഫാക്ചർ ചെയ്ത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് വിറ്റിരുന്നതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. പിന്നെ 1930 ഏകദേശം ഒരു 30 സൊസൈറ്റീസ് അവരെ ഒരുമിച്ച് ചേർന്ന് ഒരു യൂണിയൻ അവരെ ഓർഗനൈസ് ചെയ്തു. 30ഓളം സൊസൈറ്റീസ് ഒരുമിച്ച് ചേർന്നിട്ടാണ് അവരൊരു യൂണിയൻ ഓർഗനൈസ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് പർച്ചേസസ് ആൻഡ് സെയിൽസ് ആണ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് 30ഓളം സൊസൈറ്റീസ് ചേർന്ന് യൂണിയൻ രൂപീകരിക്കുന്നത്. പിന്നീട് കൂടുതൽ പ്രൈമറി സൊസൈറ്റീസ് ഈ ഒരു കോപ്പറേറ്റീവ് യൂണിയനോട് ഫെഡറേറ്റ് ചെയ്ത് അത് അവരോട് കൂടെ ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. പിന്നീട് അവർ പ്രൊവിൻഷ്യണൽ യൂണിറ്റ് രൂപീകരിച്ചു. ഈ സൊസൈറ്റീസ് എല്ലാം കൂടെ ചേർന്ന് പ്രൊവിൻഷ്യണൽ യൂണിറ്റ് രൂപീകരിച്ചു. പിന്നെ നാഷണൽ ലെവലിലെ ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേഷനും അവർ രൂപീകരിച്ചു. അപ്പോൾ ആദ്യം യൂണിയൻ കോപ്പറേറ്റീവ്സ് വന്നു, പിന്നെ പ്രൊവിൻഷണൽ യൂണിറ്റ് വന്നു. നാഷണൽ ലെവലിൽ വരുന്നത് ഓൾ ചൈന ഫെഡറേഷനാണ്. ഓൾ ചൈന ഫെഡറേഷൻ, ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നു. ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് കോപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അവർ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ 1945 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് അവരുടെ തന്നെ ഒരു ഫെഡറേഷൻ രൂപീകരിച്ചു. ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു പേരിൽ അവരൊരു ഫെഡറേഷൻ രൂപീകരിച്ചു. 1958 industrial cooperatives were accused of having capitalist tendencies and more than 1000 societies were wound up. അപ്പോൾ 1958 ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സുകൾക്ക് ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസീസ്, അതായത് മുതലാളിത്ത പ്രവണത ഉണ്ടെന്ന് ആരോപിക്കപ്പെട്ടു. ദെൻ അതിൻ്റെ ഫലമായിട്ട് 10,000-ൽ കൂടുതൽ സൊസൈറ്റീസ് വൗണ്ടപ്പ് ചെയ്തു. പിന്നെ കൾച്ചറൽ റവല്യൂഷൻ്റെ കാലത്ത്, അതായത് സാംസ്കാരിക വിപ്ലവത്തിൻ്റെ ആ ഒരു പീരീഡിൽ 20,000-ൽ കൂടുതൽ സൊസൈറ്റീസും ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ അതിലെ ഒരുപാട് സൊസൈറ്റീസൊക്കെ സ്റ്റേറ്റ് ഏറ്റെടുക്കുകയും ചെയ്തു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ഫെഡറേഷൻ അബോളിഷ് ചെയ്തു. എവിടെ? ചൈനയിൽ. ഇവരുടെ ആ ഒരു ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് കോർപ്പറേഷനൊക്കെ ഇല്ലേ, അത് അബോളിഷ് ചെയ്തു. അതുപോലെ തന്നെ ഈ സ്മോൾ ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സ് എല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് ഒരു ഹ്യൂജ് ഫാക്ടറീസ് അവർ രൂപീകരിച്ചു. അത് ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ എന്താ പറയുക, അവരുടെ കൺട്രോളിലാവുകയും ചെയ്തു. അപ്പോൾ കോപ്പറേറ്റീവ്സിന് അവരുടെ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് ക്യാരക്ടർ അവർക്ക് നഷ്ടപ്പെട്ടു. പൊളിറ്റിക്കൽ പ്രഷർ അവിടെ വരികയും ചെയ്തു. ഇപ്പോൾ ഹയർ ലെവൽ അപ്പോയിൻമെൻറ്റ്സിനൊക്കെ പൊളിറ്റിക്കൽ പ്രഷർ വന്നു. പിന്നെ എംപ്ലോയീസിൻ്റെ സാലറി ഫിക്സ് ചെയ്യുന്നത് ഗവൺമെൻറ്റായി. പിന്നെ ക്വാളിറ്റിയേക്കാളും ക്വാണ്ടിറ്റിക്ക് അവർ പ്രിഫറൻസ് കൊടുത്തു. അങ്ങനെ മൊത്തം പ്രശ്നമായി. 1978 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ഈ കോപ്പറേറ്റീവ്സിൻ്റെ അല്ലെങ്കിൽ ആ ഫെഡറേഷൻ അവരുടെ ആ ഒരു ഡെമോക്രാറ്റിക് ക്യാരക്ടർ പുനഃസ്ഥാപിച്ചു. ഒപ്പം തന്നെ ഫെഡറേഷൻസ് വർ റിവൈവ്ഡ്, അതായത് ഈ ഫെഡറേഷൻസിനെ അവരെ പുനരുജ്ജീവിപ്പിച്ചു, അതായത് അത് റിവൈവ് ചെയ്തു. ദെൻ സ്റ്റേറ്റ് ഒഫീഷ്യലിൻ്റെ ഇൻ്റർഫറൻസ് പൂർണ്ണമായിട്ടും പിൻവലിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് 1982 നമ്പർ ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻക്രീസ് ചെയ്തു. അവരുടെ ടോട്ടൽ നാഷണൽ ഔട്ട്പുട്ടിൻ്റെ 40% ഈ ഒരു ഇൻഡസ്ട്രീസിൽ അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു അവർക്ക്.
അതുപോലെ തന്നെ അവരുടെ ഔട്ട്പുട്ടിൻ്റെ 2/3 അവരെ ഹൗസ് ഹോൾഡ് കൺസംഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അവരവരുടെ പ്രോഡക്റ്റ് റീറ്റെയിൽ ഷോപ്പുകളിലൂടെയും സ്റ്റേറ്റ് ഷോപ്പുകളിലൂടെയും അതുപോലെ തന്നെ സപ്ലൈ ആൻഡ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് ഷോപ്പുകളിലൂടെയും പ്രൈവറ്റ് ഷോപ്പുകളിലൂടെയൊക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ദെൻ 1978 ആ ഒരു ഫെഡറേഷൻ്റെ റിവൈവലിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി എല്ലാ ലെവലുകളിലും, അതായത് നാഷണൽ, പ്രൊവിൻഷണൽ, ഡിസ്ട്രിക്റ്റ് ആൻഡ് കൺട്രി ലെവലിലെ കോപ്പറേറ്റീവ്സ് ഒക്കെ രൂപീകരിച്ചു. അതുപോലെ തന്നെ ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സിനെ അവരെ ഈ ഒരു വിവിധ കോപ്പറേറ്റീവ്സിൻ്റെ ഈക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതിനുള്ള റെസ്പോൺസിബിലിറ്റി ഈ ഒരു ഫെഡറേഷനെ നൽകുകയും ചെയ്തു. അപ്പോൾ അവരാണ് ഈ വിവിധ കോപ്പറേറ്റീവ്സുകൾക്കിടയിലെ ഈക്വാളിറ്റി ഉറപ്പുവരുത്തേണ്ട റെസ്പോൺസിബിലിറ്റി പിന്നെ ഓൾ ചൈന ഫെഡറേഷൻ ഓഫ് ഹാൻഡിക്രാഫ്റ്റ് കോപ്പറേറ്റീവ്സിനാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരെ ഈ വിവിധ കോപ്പറേറ്റീവ്സുകളെ കോർഡിനേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സൂപ്പർവൈസറി റോൾസൊക്കെ അവരെ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പ്രൈമറി സൊസൈറ്റീസിൻ്റെ ബെനഫിറ്റ്സിന് വേണ്ടിയിട്ട് അവർക്ക് ലോൺ നൽകുക, മറ്റ് വെൽഫെയർ ബെനഫിറ്റ്സിനൊക്കെ ആയിട്ട് അവരെ അസിസ്റ്റൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരുന്നു. അപ്പോൾ സാധാരണ ഈ ഒരു ട്രേഡ് യൂണിയനിലെ മെമ്പേഴ്സാണ് ഈ ഒരു സൊസൈറ്റീസിലെ വർക്കേഴ്സായിട്ട് വരുന്നത്. അവരെ മാനേജ്മെൻറ്റുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുകയും അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് വർക്കേഴ്സിനെ കൂലി, അവർക്കുള്ള വേജസ് ലഭിക്കുകയും അതുപോലെ തന്നെ അവരവരുടെ കോട്ട ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബോണസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഏതിൽ വരുന്നത്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്സ് ഇൻ ചൈനയിൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോപ്പറേറ്റീവ് ബേക്കൺ ആൻഡ് എഗ് ഫാക്ടറീസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് പറഞ്ഞു. പിന്നെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ചൈനയാണ്. ചൈനയിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻഡസ്കോ ആണ്, ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ആണ് അവിടെ മെയിനായിട്ടും വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ്സ് ഓർ ഇൻഡസ്കോയുടെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.